Good morning all. Welcome to your English class. So in the last class, we have started our unit number 2, Tales and Tunes. And we discussed about proverbs. Do you remember what we discussed in the last class? Yes. What do you mean by proverbs? എന്താണ് പ്രോവർബുകൾ എന്ന് പറഞ്ഞാൽ? Proverb means, in Malayalam we can say പഴഞ്ചൊല്ലുകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഴഞ്ചൊല്ലുകൾ? പഴഞ്ചൊല്ലിൽ പതിരില്ല ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഴഞ്ചൊല്ലുകളൊക്കെ പണ്ട് നമ്മളെ ഒരുപാട് സത്യങ്ങൾ നമ്മളെ അറിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വാക്കുകൾ അല്ലെങ്കിൽ സെന്റൻസുകളാണ് ഈ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല, പഴഞ്ചൊല്ലിൽ യാതൊരു കള്ളത്തരങ്ങളും ഇല്ല എന്ന് പറയുന്നത്. ഒരുപാട് പഴഞ്ചൊല്ലുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മടിയൻ മല ചുമക്കും, മിന്നുന്നതെല്ലാം പൊന്നല്ല, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, ഐക്യമത്യം മഹാബലം. അങ്ങനെ ഒരുപാട് പ്രോവർബുകൾ നിങ്ങൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ നിങ്ങൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ചില ഇംഗ്ലീഷ് പ്രോവർബുകളാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ പരിചയപ്പെടുന്നത്. കുറച്ച് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. യൂണിയൻ ഈ സ്ട്രെങ്ത്. എന്താണത്? ഐക്യമത്യം മഹാബലം. ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്. മിന്നുന്നതെല്ലാം പൊന്നല്ല. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. എന്താണത്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മൾ മുൻപേ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പഴഞ്ചൊല്ലുകളെ പറ്റിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ടേക്ക് എ പേജ് നമ്പർ 38. There you can see 2 boxes. In one box you can see many proverbs are written over there, and just opposite to it the meanings are given. So what you have to do is read the meanings and read the proverbs, then you have to match with the correct one. Do you understand what you have to do after reading the activity? Yes. Shall we do it together? Okay. So first I will read all the proverbs together, then I will explain the proverbs for you, then you have to find out the correct meanings from the opposite side. Will you do it? Okay. Proverbs. A word in the hand is worth 2 in the bush. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? A bird in the hand. കയ്യിലുള്ള ഒരു പക്ഷിയാണ് ദൂരെയുള്ള പക്ഷികളെക്കാൾ നല്ലത്. അതായത് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അതാണ് നല്ലത്. അപ്പൊ കയ്യിലുള്ള ഒന്നിനെ നഷ്ടപ്പെടുത്തി ഇതിനേക്കാളും നല്ലത് കിട്ടുമെന്ന് കരുതി ഉള്ളതിനെ നഷ്ടപ്പെടുത്തി ലഭിക്കാത്തതിന്റെ പുറകെ പോകരുത് എന്നാണ് അതിന്റെ അർത്ഥം. സെക്കൻഡ് വൺ, an apple a day keeps the doctor away. അത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ് അല്ലേ? നല്ല ആരോഗ്യം തരുന്ന ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കും എന്നർത്ഥമുള്ളത്. തേർഡ് വൺ, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എ സ്റ്റിച്ച് ഇൻ ടൈം, ആവശ്യമുള്ള സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതൊരധിക ജോലിക്ക് ഇടവരുത്തരുത്. മനസ്സിലായോ? കൃത്യസമയത്ത് ഹാർഡ് വർക്കോട് കൂടി ടൈംലി ആക്ഷൻ, കൃത്യസമയത്ത് നമ്മൾ വേണ്ടതുപോലെ ചെയ്താൽ പിന്നീട് നമുക്കതൊരു തലവേദനയാവില്ല. അന്ന് ചെയ്യേണ്ടത് അന്ന് തന്നെ ചെയ്യണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? നാളെ നാളെ നീളെ നീളെ എന്നൊരു ചൊല്ലും കൂടിയുണ്ട്. ശരി, അടുത്തത്, ദ പ്രൂഫ് ഓഫ് പുഡിംഗ് ഈസ് ഇൻ ദ ഈറ്റിംഗ്. ഒരു കാര്യം ട്രൈ ചെയ്യുന്നത് വരെ അത് നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതാണ് ദ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദ ഈറ്റിംഗ്. ഒരു കാര്യം കഴിച്ചു നോക്കാതെ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെയാണ് ജീവിതത്തിലെ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയാലേ അതിനെ നന്മയും തിന്മയും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. ഫിഫ്ത്ത് വൺ, ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. ഒരുപാട് പാചക വിദഗ്ധർ കൂടി ഒരു പായസം നിർമ്മിക്കാൻ തുടങ്ങിയാൽ അത് മിക്കവാറും എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാം അല്ലെ? അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ആളേറിയാൽ പാമ്പ് ചാവില്ല. അതായത് ഒരുപാട് പേര് കൂടി ഒരു പാമ്പിനെ കൊല്ലാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരാള് അല്ലെങ്കിൽ 2 ആള് ചെയ്യേണ്ട പണി 10 പേര് ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാവില്ല, അത് വിജയത്തിലെത്തില്ല എന്നൊക്കെയാണ് ആ പ്രോവർബിന്റെ അർത്ഥം.
അപ്പോൾ പ്രോവർബുകൾ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ മലയാളത്തിന്റെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. നമുക്കിവിടെ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ഈ ചക്ക എന്നുള്ളൊരു ഫലം അവിടെ സുലഭമായൊരു കാര്യമല്ല. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള പഴഞ്ചൊല്ലുകളാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം എല്ലാ പഴഞ്ചൊല്ലുകളും അതാത് സംസ്കാരങ്ങൾക്ക് യോജിച്ച രീതിയിലാണ് നിർമ്മിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ ആപ്റ്റായിട്ടുള്ള മലയാളം കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇവിടെ തന്നെ കണ്ടില്ലേ, ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. ബ്രോത്ത് എന്ന് പറഞ്ഞാൽ സൂപ്പ് പോലുള്ളൊരു ആഹാര പദാർത്ഥമാണ്. ഇവിടെ നമ്മൾ കുറച്ചും കൂടി കൊളോക്കിയലായിട്ട് അല്ലെങ്കിൽ ലോക്കലായിട്ട് പറയുകയാണെങ്കിൽ ആളേറിയാൽ പാമ്പ് ചാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ അർത്ഥം ഒന്ന് തന്നെയായിരിക്കും. കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ശരി. അപ്പൊ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് യോജിപ്പിക്കാലോ. അപ്പൊ മീനിങ്സും കൂടി ടീച്ചർ പറയാം. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി യോജിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഏതാണ് യോജിപ്പിച്ചിട്ടുള്ളത്? ഡോണ്ട് ടേക്ക് ദ ചാൻസ് ഓഫ് ലോസിങ് സംതിങ് യു ഹാവ് ഇൻ സെർച്ച് ഓഫ് സംതിങ് ബെറ്റർ. കയ്യിലുള്ളതിനെ കളഞ്ഞിട്ട് നല്ലതിന് വേണ്ടി പോകാൻ പാടില്ല. അത് ഓൾറെഡി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. ഇനി നമുക്ക് മീനിങ്ങിലെ രണ്ടാമത്തെയാണ് ടീച്ചർ വായിക്കുന്നത് കേട്ടോ. സോറി, ആദ്യത്തെയാണ് ടീച്ചർ വായിക്കുന്നത്. യു കൺ ബി ഷുവർ അബൌട്ട് സംതിങ് അൺടിൽ യു ട്രൈ ഇറ്റ്. ഒന്ന് ചെയ്തു നോക്കാതെ അതെങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. ആ മീനിങ് ഏത് പ്രോവർബുമായിട്ടാണ് യോജിക്കുന്നത്? നാലാമത്തെ പ്രോവർബുമായിട്ട്. ദ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദ ഈറ്റിംഗ്. അപ്പൊ നേരെ വരച്ചോളൂ. മീനിങ്ങിലെ ആദ്യത്തത് വരയ്ക്കേണ്ടത് ഇപ്പുറത്തെ പ്രോവർബിലെ നാലാമത്തെ പ്രോവർബുമായിട്ടാണ്. വരച്ചില്ലേ? ശരി. ഇഫ് യു ഈറ്റ് ദ റൈറ്റ് ഫുഡ് യു വിൽ ബി ഹെൽത്തി. നല്ല ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ ഹെൽത്തി ആയിരിക്കും. അതേതാണ്? ഇപ്പുറത്ത് അല്ലെ, രണ്ടാമത് തന്നെ an apple a day keeps the doctor away. അത് നേരെ തന്നെ വരയ്ക്കാം. ഇനി മൂന്നാമത്തത് one good person can't get the job done quicker. അതായത് ഒരാൾ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരാളാണ് ജോലിക്ക് ശ്രമിക്കുന്നതെങ്കിൽ അത് വേഗം തീരും. ഏതാണത്? ടു മെനി കുക്സ്. ഏറ്റവും അവസാനത്തത് ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. അവിടേക്ക് വരച്ചോളൂ. ഇനി ഡോണ്ട് പുട്ട് ഓഫ് ഡൂയിങ് ഓർ ഡീലിംഗ് വിത്ത് സംതിങ് ഓർ എൽസ് ഇറ്റ് വിൽ ബിക്കം വേഴ്സ് ആൻഡ് കോസ് എക്സ്ട്രാ വർക്ക്. ഒരു കാര്യവും നാളത്തേക്കായി മാറ്റിവെക്കരുത്. അങ്ങനെ മാറ്റിവെച്ചാൽ അത് എക്സ്ട്രാ വർക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആ മീനിങ്ങുമായി ഏത് പ്രോവർബാണ് യോജിച്ച് നിൽക്കുന്നത്? മൂന്നാമത്തത് അല്ലെ, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നൈൻ. അപ്പൊ നമ്മുടെ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. സി ആക്ടിവിറ്റി കണ്ടു. Your teacher will help you to visit the website www.aesopfables.com. സോ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ലാബിലൊക്കെ പോയി നമ്മൾ ഈ സ്റ്റോറീസ് കണ്ടേനെ. പക്ഷെ ഇപ്പോൾ ടീച്ചർ ഈ സ്റ്റോറീസിൻ്റെയൊക്കെ ലിങ്കുകൾ നിങ്ങൾക്ക്, യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ സമയം പോലെ ആ സ്റ്റോറീസ് ഒക്കെ ഇരുന്ന് കാണുക. അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ സ്റ്റോറികൾ കണ്ടതിന് ശേഷമാണ് ആ സ്റ്റോറിയുടെ മോറൽ നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ടീച്ചർ അതിൻ്റെ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾക്ക് അയച്ചു തരാം. അത് കണ്ടതിന് ശേഷം ഈ ആക്ടിവിറ്റി, ഈ സി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യും. ഓക്കെ, ശരി. സോ നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോവാം. The fable you have just read is very short, yet it has a beginning and a middle and an end. Stories generally have a beginning, a middle and an end. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കഥയുടെ സ്ട്രക്ചറാണ്. The structure of a story. എന്തൊക്കെയാണ് ഒരു കഥയ്ക്ക് ഉണ്ടാവേണ്ടത്? It should be a beginning, a middle and a conclusion. That is an end. അല്ലേ? ഈ മൂന്ന് പ്രധാന ഭാഗങ്ങൾ ഒരു കഥയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഒരു തുടക്കം ഉണ്ടാവും. അതെങ്ങനെയാണ് എപ്പോഴും തുടങ്ങുക? വൺസ് അപ്പോൺ എ ടൈം, പണ്ട് ഒരിക്കൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങാറുണ്ട് അല്ലേ? അതേപോലെ ഒരു മിഡിൽ എന്ന് പറയുമ്പോഴോ കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് ഒക്കെ വരുന്ന ഒരു സമയം അല്ലേ? ഇനി ഒരു കൺക്ലൂഷൻ, ചിലപ്പോൾ ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കാം അല്ലെ, ഒരു മോറൽ പറഞ്ഞുള്ളൊരു എൻഡിങ് ആയിരിക്കാം. അങ്ങനെ ഏതൊരു കഥ എടുത്താലും അതിനൊരു ബിഗിനിങ് ഉണ്ടായിരിക്കും, ഒരു മിഡിൽ ഉണ്ടായിരിക്കും, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. നമുക്കിനി മറ്റൊരു കഥയിലേക്ക് പോകാം. കീപ് യുവർ ഐസ് ഓപ്പൺ. നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും തുറന്നു വെച്ചിരിക്കണം എന്ന ഗുണപാഠം തരുന്ന ഒരു കഥ. Shall we read? Look into your textbook. Once upon a time, there was a lion that grew so old that he was unable to kill any prey for his food.
ഒരിക്കൽ ഒരു കാട്ടില് ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. എന്താണ് രാജാവിന്റെ അവസ്ഥ? ഹീസ് ടു ഓൾഡ് ടു റൺ ആഫ്റ്റർ എ പ്രേ. ഒരു ഇല പിടിക്കാൻ പോലും ക്ഷീണിച്ചു കിടക്കണം. അത്രയും പോലും അദ്ദേഹത്തിന് വയ്യ. സോ ഹി സെഡ് ടു ഹിംസെൽഫ്, അത് സ്വയം പറഞ്ഞു, ഐ മസ്റ്റ് ഡു സംതിങ് ഓർ എൽസ് ഐ വിൽ ഡൈ ഓഫ് സ്റ്റാർവേഷൻ. ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തു പോവുകയുള്ളൂ. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണി എന്നാണ് അർത്ഥം. അറിയാത്ത വാക്കുകളുടെ അടിയിൽ പെൻസിൽ കൊണ്ട് വരച്ച് അർത്ഥം മുകളിൽ എഴുതിലിടുന്നില്ലേ നിങ്ങൾ? അത് ചെയ്തോളൂ കേട്ടോ. ഹി കെപ്റ്റ് തിങ്കിങ്, എന്താണ് ഒരു സൂത്രം? എന്തായാലും എനിക്ക് വലിയ മൃഗങ്ങളുടെ പുറകെ ഒന്ന് ഓടിപ്പോയി പിടിക്കാൻ വയ്യ. എന്തെങ്കിലും ഒരു സൂത്രം ഉപയോഗിച്ചേ പറ്റൂ. സോ ഹി കീപ് ഓൺ തിങ്കിങ്, ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് an idea struck him. അവസാനം നമ്മുടെ സിംഹത്തിന് ഒരു ഐഡിയ കിട്ടി. He decided to lie down inside the cave, pretending to be ill. Pretend എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഭിനയിക്കുക. തനിക്ക് അസുഖമുള്ളതുപോലെ അഭിനയിച്ച്, pretending to be ill. തനിക്ക് വളരെ എന്തോ ഒരു അസുഖമാണെന്ന് ഭാവിച്ചുകൊണ്ട് തന്നെ ഗുഹയ്ക്ക് അകത്തു തന്നെ കിടക്കാമെന്ന് നമ്മുടെ രാജാവ് തീരുമാനിച്ചു. Those who came to inquire about his health would become his prey. രാജാവ് ആയതുകൊണ്ട് തന്റെ പ്രജകൾ തീർച്ചയായിട്ടും തന്റെ ആരോഗ്യത്തെ പറ്റി അന്വേഷിക്കാൻ തന്റെ ഗുഹയിലേക്ക് വരുമെന്ന് ഈ രാജാവിന് അറിയാമായിരുന്നു. അപ്പൊ ആരൊക്കെ എൻക്വയർ ചെയ്യാൻ വരുമോ, ആരൊക്കെ അന്വേഷിക്കാനായി വരുമോ, എൻക്വയർ അന്വേഷിക്കുക, ആരൊക്കെ തന്റെ ഹെൽത്തിനെ പറ്റി അന്വേഷിക്കാനായി വരുമോ അവരെല്ലാം രാജാവിന്റെ ഭക്ഷണമായി തീരുമെന്നും നമ്മുടെ രാജാവ് കണക്ക് കൂട്ടി. He put his wicked plan into practice. തന്റെ വിക്കറ്റ് കപട ബുദ്ധി അദ്ദേഹം പ്രയോഗത്തിൽ തന്നെ വരുത്തി. And it started working. അത് ഫലിക്കുന്നതായും കണ്ടു, അത് ഫലം കണ്ടു. Many of his well-wishers got killed. അദ്ദേഹത്തിന്റെ സുഖവിവരം അന്വേഷിച്ചെത്തിയ ഒരുപാട് വെൽ-വിഷേഴ്സ്, അഭ്യുദയകാംക്ഷികൾ മരണമടഞ്ഞു, അല്ലേ? But evil is short-lived. അതൊരു പാഠമാണ് നമുക്ക് തരുന്നത്. ദുഷ്ടത്തരം ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല. തിന്മ എക്കാലവും വിജയിക്കുകയില്ല. നന്മ തീർച്ചയായിട്ടും എല്ലാ മറകളും നീക്കി പുറത്തേക്ക് വരും. One day a clever fox came to visit the lion. ഒരു ദിവസം ഒരു ഫോക്സ് ഈ അസുഖം പിടിച്ചു കിടക്കുന്ന നമ്മുടെ സിംഹത്തിനെ കാണാനായിട്ട് വന്നു. He stood at the mouth of the cave. എന്താണ് mouth of the cave? അതൊരു പ്രയോഗമാണ് കേട്ടോ. ഗുഹാമുഖം എന്ന് മലയാളത്തിൽ പറയുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഫ്രേസ് ആണ് മൗത്ത് ഓഫ് ദ കേവ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തൊന്ന് പഠിച്ചു വെച്ചോളൂ. ഗുഹയുടെ മുഖത്ത് അല്ലെങ്കിൽ ഗുഹയുടെ ഫ്രണ്ടിൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ്. അതൊരു കൊളൊക്കേഷനാണ് കേട്ടോ. കൊളൊക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മൗത്ത് ഓഫ് ദ കേവ്, ഗുഹാമുഖത്ത് നിന്നു. He looked around and understood the reality. വേഗം തന്നെ അങ്ങോട്ട് കയറി ചെന്ന് നോക്കാതെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. And he understood the reality. സത്യം എന്താണ് അദ്ദേഹത്തിന് മനസ്സിലായി. എന്താണ് സത്യം? So he called out to the lion from outside. അകത്തേക്ക് കയറാതെ പുറത്ത് നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, How are you, sir? സർ, അദ്ദേഹത്തിന് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? The lion replied. ലയൺ മറുപടി പറഞ്ഞു, I am not feeling well. Why don't you come inside? എനിക്ക് തീരെ സുഖമില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് അകത്തേക്ക് വരാത്തത്? നമ്മുടെ വിക്കഡ് ലയൺ ചോദിച്ചു. Then the fox replied. അപ്പൊ നമ്മുടെ ഫോക്സ് മറുപടി പറഞ്ഞു, I would love to come in, sir. എനിക്ക് അകത്തേക്ക് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. But I see all the footprints are going into your cave, but none is coming out. ഒരുപാട് മൃഗങ്ങളുടെ കാൽപ്പാടുകൾ ഉള്ളിലേക്ക് കയറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ ഒന്നും തിരിച്ചു വരുന്നതായി കാണുന്നില്ല. I would be foolish enough to come in. ഞാനൊരു മണ്ടനായിരിക്കണം അകത്തേക്ക് കയറണമെങ്കിൽ. Saying so, the fox went to alert other animals. ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റു മൃഗങ്ങളെ അറിയിക്കാനായി ഫോക്സ് അവിടെ നിന്നും പോയി. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആരാണ് ഇതിലെ മെയിൻ കഥാപാത്രം? Who is the central character of the story? Lion or the fox? കുറച്ചു പേർക്ക് ലയൺ ആണെന്ന് തോന്നിയിട്ടുണ്ടാവാം, കുറച്ചു പേർക്ക് ഫോക്സ് ആണെന്ന് തോന്നിയിട്ടുണ്ടാവും. എന്നാലും നായകൻ ഫോക്സ് തന്നെയാണ്, അല്ലേ? ശരി, ഇനി നമുക്ക് ഈ ഒരു കഥയെ 5 ഭാഗങ്ങളായിട്ട് മുറിക്കുകയാണെങ്കിൽ
ഒരു കഥയുടെ സ്ട്രക്ചറിനെ നമ്മളൊന്ന് കീറി മുറിച്ച് നോക്കണം. കഥയുടെ അനാട്ടമിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, എസെൻഷ്യൽ എലിമെന്റ്സ് ഓഫ് ദി സ്റ്റോറി. നിങ്ങളൊരു ബോക്സ് കാണുന്നില്ലേ? ഏറ്റവും ആദ്യം ബിഗിനിങ്, then development, then something happens, then things come to an end, conclusion. ഒരു കഥയെ 5 രീതിയിലായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മളൊരു സിനിമ കാണുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. സിനിമയ്ക്ക് ആരും തന്നെ ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കും. ഏതുപോലെ? Once upon a time there was a lion that grew so old that he was unable to kill any prey for his food. പണ്ട് ആ ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹത്തിന്റെ അവസ്ഥ ഇതാണ്. അങ്ങനെ അതാണ് തുടക്കം. ഒരു പ്രശ്നം അവതരിപ്പിച്ചു, തുടക്കം അങ്ങനെ. ഇനി ഡെവലപ്മെന്റ് വേണം. കഥ ഇങ്ങനെ പോയാൽ മതിയോ? സിംഹം കിടക്കുന്നു ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നാൽ മതിയോ? എന്തെങ്കിലും സംഭവിക്കണ്ടേ? എന്താണ് അവിടെ ഒരു പ്ലാൻ വന്നത്? ഒരു പ്ലാൻ അദ്ദേഹം തീരുമാനിച്ചുണ്ടാക്കണ്ടേ? എന്താണത്? ഇങ്ങനെ കിടന്നാ പോരാ, ഞാൻ അസുഖമാണെന്ന് അഭിനയിച്ച് ആ ഗുഹയിൽ കിടക്കാം, ആരൊക്കെ അന്വേഷിക്കാൻ വരുന്നോ അവരെയൊക്കെ ഞാൻ എൻ്റെ ഇരയാക്കാം. ഒരു ഡെവലപ്മെന്റ് സ്റ്റോറിയിൽ വന്നു. അങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് പേര് വരുന്നു, അവര് മരിക്കുന്നു. അടുത്ത ആള് വരുന്നു, അതിനെ കൊന്നു തിന്നുന്നു. അങ്ങനെ പോയാൽ മതിയോ? ആ ഡെവലപ്മെന്റ് മതിയോ? പോരാ. സംതിങ് ഹാപ്പൻസ്. ആ ഡെവലപ്മെന്റിന് ശേഷം എന്തെങ്കിലും സംഭവിക്കണം. ഇവിടെ എന്താ സംഭവിച്ചത്? ക്ലവർ ഫോക്സ് ആണ്. അവരെയാണ് നമ്മൾ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ക്ലവർ ഫോക്സ് വരുന്നതോട് കൂടിയാണ് കഥയ്ക്ക് മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക് കഥ പോകുന്നത്. അപ്പൊ ആദ്യം ഒരു കഥ സാധാരണ പോലെ തുടങ്ങുന്നു. അങ്ങനെ ഒരു അടുത്ത ഒരു ഡെവലപ്മെന്റ്, ചെറിയൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. സംതിങ് ഹാപ്പൻസ്. പിന്നീട് എന്തോ സംഭവിക്കുന്നു. അതിനുശേഷം അവസാനത്തേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അവസാനം ലാസ്റ്റ് സീൻ. അങ്ങനെയാണ് ഒരു കഥ. തിങ്സ് കം ടു എൻ എൻഡ്. എങ്ങനെയാണ് 4ാമത്തെ ഭാഗം എങ്ങനെയാണ് ആയത്? Then the fox replied, ഞാൻ അകത്തേക്ക് വരണമെങ്കിൽ ഞാനൊരു മണ്ടനായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോക്സ് തിരിച്ചു പോകുന്നിടത്താണ് കഥയ്ക്ക് ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. കൺക്ലൂഷനോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഫോക്സ് ഏറ്റവും അവസാന സിനിമയുടെ ഒക്കെ നമുക്കറിയാം, നായകൻ എങ്ങനെയെങ്കിലും നടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു പോസ് വെച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നത്, അല്ലെ? ഇവിടെ നമ്മുടെ ഫോക്സ് സ്ലോ മോഷനിൽ തിരിഞ്ഞു നടക്കുന്നതോടുകൂടി നമ്മുടെ ഈ സിനിമ അല്ലെങ്കിൽ ഈ കഥ അവസാനിച്ചായി. അപ്പോൾ ഒരു കഥയുടെ വിവിധ ഘട്ടങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. എന്തൊക്കെയാണത്? ആദ്യം ഒരു ബിഗിനിങ്, പിന്നെ ഒരു ഡെവലപ്മെന്റ്, പിന്നെ സംതിങ് ഹാപ്പൻസ്, പിന്നെ കംസ് ടു എൻ എൻഡ്, ദെൻ കൺക്ലൂഷൻ. മനസ്സിലായോ? ഒരു സിനിമ ആലോചിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. ശരി, ഇനി അടുത്ത പേജ് എടുത്തോളൂ. ലെറ്റ് സ്റ്റഡി. ഇതൊരു ഹോംവർക്ക് ആണ്. ഇവിടെ നിങ്ങൾക്ക് കുറെ ക്ലൗഡുകൾ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? അതിലെ കുറെ കഥകളുടെ തുടക്കം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. On the 20th of May in the evening, on the far side of green trees, it was a very hot day. One fine evening, long ago, there was a desert wind blowing that night. അന്നൊരു കാറ്റടിച്ചപ്പോൾ പണ്ട് ഒരിക്കൽ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കഥ തുടങ്ങാറല്ലേ? ഇതുപോലെയുള്ള 5 തുടക്കങ്ങൾ. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും മോറൽ സ്റ്റോറീസിന്റെ തുടക്കമാവാം, അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾക്ക് മറിച്ചു നോക്കിയ ഒരുപാട് കഥകൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത് എന്നുള്ളതിന്റെ ആദ്യത്തെ വരി മാത്രം മതി. ഇതുപോലെ ക്ലൗഡ് നോട്ട് ബുക്കിലേക്ക് വരച്ച് ബിഗിനിങ് എന്ന് ഹെഡിങ് കൊടുത്ത് ക്ലൗഡ് വരച്ച് 5 ബിഗിനിങ്സ് ഏത് സ്റ്റോറിയുടെ ആയാലും കുഴപ്പമില്ല നിങ്ങൾ എഴുതണം. അതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യില്ലേ? അതേപോലെ തന്നെ അടുത്ത ആക്ടിവിറ്റി നമ്പർ 2 എന്ന് പറയുന്നത് കൺക്ലൂഷൻ. ഒരു കഥ എങ്ങനെ, ആ കഥ നിങ്ങളിപ്പോൾ ഈ കണ്ടുപിടിച്ച കഥ ഉണ്ടല്ലോ, തുടക്കം കണ്ടുപിടിച്ച കഥ, അതെങ്ങനെയൊക്കെയാണ് അവസാനിച്ചത്, ലാസ്റ്റ് സെന്റൻസ് ഏതാണ്? അപ്പൊ കൺക്ലൂഷൻ എന്ന് എഴുതുക. അതിനുശേഷം 5 കൺക്ലൂഷൻസും നോട്ട് ബുക്കിൽ അക്കമിട്ട് എഴുതും. മനസ്സിലായോ? ഈ 2 ഹോംവർക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? കൺക്ലൂഷനും എഴുതുക, ഇൻട്രൊഡക്ഷൻ സെന്റൻസും എഴുതും. നോട്ട് ബുക്കിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി രണ്ടാമത്തേല് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോവാം. Now let's examine the ending of the story. Can you think of a different ending to the story? ഈ കഥയ്ക്ക് മറ്റൊരു എൻഡിങ് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? നമ്മളിപ്പോൾ ഈ ലയണിന്റെയും ഫോക്സിന്റെയും കഥ നമ്മൾ പറഞ്ഞില്ലേ, അതിന് മറ്റൊരു എൻഡിങ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? Here are 2 different endings. 2 തരത്തിലുള്ള എൻഡിങ് ഏതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. The fox and other animals lived happily ever after. അതിനുശേഷം ഫോക്സും ബാക്കിയുള്ള ആനിമൽസും സന്തോഷത്തോടു കൂടി ജീവിച്ചു. അടുത്തത്, The lion did not ever play any more tricks on others. നമ്മുടെ ലയൺ വലിയൊരു പാഠം പഠിച്ചു. അതിനുശേഷം ലയൺ ഒരു ട്രിക്കും ഒരു ആനിമൽസിന്റെ മേലും
ചെയ്തിട്ടില്ല. അങ്ങനെയും അവസാനിപ്പിക്കും അല്ലേ? നമുക്ക് വേറെ എങ്ങനെയൊക്കെ ചിന്തിക്കാം? അവസാനം ഫോക്സിനെ രാജാവാക്കി കൂടെ, അല്ലെങ്കിൽ ലയണിനെ കാട്ടിൽ നിന്ന് ഓടിച്ചുകൂടെ? അങ്ങനെ പലതരത്തിലുള്ള എൻഡിങ്സ് നമുക്ക് ചിന്തിക്കാം അല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, നമ്മുടെ ഈ കഥയ്ക്ക് അനുയോജ്യമായ നിങ്ങളുടെ ഭാവനയിൽ വരുന്ന 3 ഡിഫറെന്റ് എൻഡിങ്സ്. അതാണ് ആക്ടിവിറ്റി നമ്പർ 2. 4 എഴുതണം കേട്ടോ, സോറി. 4 എൻഡിങ്സ് ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറ്റു രീതിയിൽ അവസാനിക്കുന്നതായിട്ട് ഓരോ സെന്റൻസുകൾ വീതം ഈ ബോക്സുകളിലായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫിൽ ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ ഹോംവർക്കുകളെല്ലാം മനസ്സിലായോ? ഒരു 3 ഹോംവർക്കുകൾ ടീച്ചർ തന്നിട്ടുണ്ട്. സ്റ്റോറിയുടെ ബിഗിനിങ് 5 എണ്ണം എഴുതണം, കൺക്ലൂഷൻ 5 എണ്ണം എഴുതണം. നമ്മളിപ്പോൾ പഠിച്ച ഈ സ്റ്റോറിയുടെ എൻഡിങ് മറ്റൊരു തരത്തിൽ എഴുതാനായിട്ട് ശ്രമിക്കുക കൂടി ചെയ്യും. Now we can move to activity number 3. A story can be developed collectively. Let's participate in the act of developing a story based on the answers to a few questions. ഇത് നമ്മൾ ക്ലാസ്സിലായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ചോയ്സസ് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇതിൽ ഓരോ ആൻസേഴ്സ് മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി മേക്ക് ചെയ്യുന്നതായിട്ടാണ് ആക്ടിവിറ്റി. നമ്മളിപ്പോൾ ക്ലാസ് റൂമിൽ അല്ലാത്തത് കൊണ്ട് അത് പോസിബിൾ അല്ല. അപ്പോൾ ടീച്ചർ വായിക്കാം, എന്നിട്ട് നമുക്ക് തോന്നുന്ന ഒരു ആൻസർ ടിക്ക് ചെയ്ത് അവസാനം നമുക്കൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ടീച്ചർ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വായിക്കാം. നിങ്ങൾ പെൻസിലോടൊപ്പം ടിക്ക് ചെയ്ത് പോക്കോളൂ കേട്ടോ. The story is about a king and a queen. Where did they live? ഇത് ഒരു രാജാവിന്റെയും രാജ്ഞിയുടെയും കഥയാണ്. എവിടെയാണ് അവർ താമസിച്ചിരുന്നത്? ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഏതോ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇൻ എ കാസിൽ, ഇൻ എ പാലസ്, ഇൻ എ മാൻഷൻ, ഇൻ എ സ്റ്റേറ്റ്ലി ഹോം. വീട്ടിലാണോ, വലിയ വീട്ടിലാണോ, പാലസ് കൊട്ടാരത്തിലാണോ? കാസിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലുത്. ഇത് എവിടെയായിരിക്കും? നിങ്ങൾക്ക് കാസിലാണ് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. ടീച്ചർ എന്തായാലും കാസിൽ എന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇനി 2. The king and the queen had a daughter. What was her name? ഈ രാജാവിനും രാജ്ഞിക്കും ഒരു മകൾ ഉണ്ടായിരുന്നു. എന്തായിരിക്കും അവളുടെ പേര്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. ജെയിൻ, കല്യാണി, ഗൗരി, റാബിയ, ടീന. ഒരു രാജകുമാരിക്ക് പറ്റിയ പേര് ജെയിൻ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ടീച്ചർ ജെയിൻ ടിക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്കും ടിക്ക് ചെയ്യാം. ഹൗ ഡിഡ് ഷീ ലുക്ക് ലൈക്ക്? അവളെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു? ബ്യൂട്ടിഫുൾ, pretty, ugly, gorgeous, slim. pretty വേണോ, ബ്യൂട്ടിഫുൾ വേണോ, കാണാൻ ഭംഗിയില്ലാത്തത് വേണോ, മനോഹരിയാവണോ, അതോ മെലിഞ്ഞിട്ടുള്ള കുട്ടിയാണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം. ഞാൻ എന്തായാലും ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡാണ് ടിക്ക് ചെയ്യുന്നത്. വാട്ട് വാസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്രിൻസസ്? ആ പ്രിൻസസ് എപ്പോഴും എങ്ങനെയാണ്? ഓൾവേസ് സാഡ്, ഹാപ്പി, ഗ്ലൂമി, ലൈവ്ലി. എപ്പോഴും സങ്കടത്തിലാണ്, സന്തോഷത്തിലാണ്, നിരാശയിലാണ്, ഭയങ്കര ആക്റ്റീവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടിക്ക് ചെയ്യാം. ടീച്ചർ ഓൾവേസ് സാഡ് അല്ലെങ്കിൽ ഗ്ലൂമി, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഞാൻ ടിക്ക് ചെയ്യുന്നത്. 4. ദ ക്വീൻ ഓഫേർഡ് സംതിങ് ആസ് എ റിവാർഡ്. അപ്പോൾ ഈ രാജകുമാരിയെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്ക് ഒരു സമ്മാനം പ്രഖ്യാപിച്ചു. എന്തായിരിക്കും ആ സമ്മാനം? എ റിംഗ്, ഗോൾഡ് കോയിൻസ്, എ സാക്ക് ഓഫ് റൈസ്. ഒരു ചാക്ക് അരി ആയിരിക്കും, ഗോൾഡ് കോയിൻസ് ആയിരിക്കും, ഒരു മോതിരായിരിക്കും. അത്രയും ചെറിയ കാര്യം ആയതുകൊണ്ട് നമുക്കൊരു റിംഗ് ആയിരിക്കാം എന്ന് സങ്കല്പിച്ച് അത് ടിക്ക് ചെയ്യാം. വാട്ട് ഡിഡ് ദ മ്യൂസീഷ്യൻ പ്ലേ ഔട്ട്? ഇപ്പോൾ ഒരുപാട് മ്യൂസീഷ്യൻസ് വന്നിട്ടുണ്ടായിരിക്കാം. അവരെന്തായിരിക്കും വായിച്ചിട്ടുണ്ടാവുക? എ ഫ്ലൂട്ട്, ഗിറ്റാർ, ഹാർമോണിയം, പിയാനോ. ഏതായിരിക്കും? ടീച്ചർ എന്തായാലും ഫ്ലൂട്ട് എന്നാണ് എഴുതുന്നത്. ടീച്ചർക്ക് ഇഷ്ടമുള്ളതാണോ ടീച്ചർ എഴുതുന്നത്? വാട്ട് ഡിഡ് ദ ഫെയറി ആൻഡ് ദ ജോക്കർ ഡു? ജോക്കറും ഫെയറിയും എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവും? എ ഫെയറി കാസ്റ്റ് എ മാജിക് സ്പെൽ, ബ്ലെസ്ഡ് ഹെർ. ജോക്കർ ടോൾഡ് ജോക്സ്. എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഫെയറി മാജിക് സ്പെല്ലും ചെയ്തിട്ടുണ്ടാവും, ജോക്കർ ജോക്കും പറഞ്ഞിട്ടുണ്ടാവും. 7th one. There was a young man in the story. What was he? ഈ കഥയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം ആരായിരിക്കും? എ ടീച്ചർ, എ മ്യൂസീഷ്യൻ, എ റെസ്ലർ. ഒരു മ്യൂസീഷ്യൻ ആവാനാണ് സാധ്യത. ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹാഡ് എ പെറ്റ്. ഈ ബോയ്ക്ക് ഒരു പെറ്റും കൂടിയുണ്ട്. ആരാണത്? എ കാറ്റ്, ഡോഗ്, സ്ക്വിറൽ, പാരറ്റ്, ബെയർ. ഞാൻ എന്തായാലും ബെയർ എന്നാണ് ടിക്ക് ചെയ്യുന്നത് കേട്ടോ.
വാട്ട് ഹാപ്പൻസ് വെൻ ദ പ്രിൻസ് സോ ദ പെറ്റ്? നമ്മുടെ പ്രിൻസസ് പെറ്റിനെ കാണുമ്പോൾ എന്ത് മാറ്റം സംഭവിക്കും? ഹാപ്പി, സാഡ്, ഫ്രൈറ്റൻഡ്, എക്സൈറ്റഡ്? ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൂ വൺ ദ പ്രൈസ്? ആരായിരിക്കും പ്രൈസ് നേടിയിട്ടുണ്ടാവുക? ദ കാറ്റ്, ഡോഗ്, സ്ക്വിറൽ, പാരറ്റ്, ബെയർ? നോ വൺ. ബെയറിനെ കണ്ടപ്പോൾ ചിരിച്ചതുകൊണ്ട് ബെയറിനായിരിക്കും സമ്മാനം, അങ്ങനെ ടീച്ചർ വിചാരിക്കുന്നു. ടിക്ക് ചെയ്തതിന് ശേഷം ഈ ക്ലൂ ഉപയോഗിച്ച് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെയ്തോളൂ. ടീച്ചർ എന്തായാലും ഇതിൻ്റെ ഒരു ടീച്ചേഴ്സ് വേർഷൻ അയച്ചു തരാം. അതാണ് ആക്ടിവിറ്റി നമ്പർ 4. നമ്മളിപ്പോൾ ഈ ക്ലൂയിലൂടെ വന്നില്ലേ, അതിനെ നിങ്ങളൊരു സ്റ്റോറിയായി ഡെവലപ്പ് ചെയ്യാനാണ് ചോദ്യം. അതിന് അനുയോജ്യമായ ഒരു തലക്കെട്ടും കൂടി കൊടുക്കണം. അതിന് ആദ്യത്തെ ഭാഗം തന്നിട്ടുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ദെർ വാസ് എ കിങ് ആൻഡ് എ ക്യൂൻ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. അതിനുശേഷം ടീച്ചേഴ്സ് വേർഷൻ തരുമ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എഴുതാം. ഇനി ആക്ടിവിറ്റി നമ്പർ 5 കൂടി പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ആക്ടിവിറ്റി നമ്പർ 5 എന്ന് പറയുന്നത് ടീച്ചർ ഒരു കഥ നിങ്ങൾക്ക് 3 പിക്സിന്റെ സ്റ്റോറി നിങ്ങൾക്ക് യൂട്യൂബ് ലിങ്ക് ടീച്ചർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആ കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എല്ലാ സെന്റൻസുകളും ഒന്ന് വായിക്കുക. അത് ജംബിൾഡ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ സീക്വൻസ് ചെയ്യുക. 1 എന്ന് തോന്നുന്നതിന് നേരെ 1 എന്ന നമ്പർ ഇടാം. രണ്ടാമത്തതിന് 2 എന്ന നമ്പർ ഇടാം. നമ്മൾ കഥ സീക്വൻസ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? നമ്മൾ സ്നേക് ചാമ്പറിന്റെ ചാപ്റ്റർ നമ്മൾ ചെയ്തില്ലേ? അതേപോലെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അത് നിങ്ങളൊന്ന് ചെയ്യും. ഒരു ആക്ടിവിറ്റി കൂടെ ടീച്ചർ പറയാം. ആക്ടിവിറ്റി നമ്പർ 6. അവിടെ നിങ്ങളൊരു പടം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അത് എന്തിന്റെ സ്റ്റോറിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കുറുക്കൻ താഴെ നിൽക്കുന്നു, കാക്ക മുകളിൽ നിൽക്കുന്നു. One morning a fox was walking through the woods. He was looking for something tasty to eat. Soon his nose picked up a scent of something very sweet. He stood still and sniffed the air. The fox didn't have to wait long to find out what it was. A crow was sitting on the branch high up in a tree, and in its beak was the biggest piece of cheese he had ever seen. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ വായില് വലിയൊരു ചീസ് പിടിച്ച് മുകളിൽ കാക്കിയിരിക്കുന്നു, താഴെ കൊതിയോടുകൂടി ഫോക്സ് നിൽക്കുന്നു. അപ്പോൾ ഫോക്സ് ഇനി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. കഥയുടെ ബാക്കി ഭാഗം നിങ്ങളുടെ ഇമാജിനേഷനിൽ വരുന്നത് നിങ്ങൾക്കൊന്ന് കൂട്ടിച്ചേർക്കാം. എന്തായാലും ഈ ഒരു ആക്ടിവിറ്റിക്ക് ടീച്ചേഴ്സ് വേർഷൻ തരുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. അപ്പോൾ ഒരുപാട് ഹോംവർക്കുകൾ തന്നു എന്ന് വിചാരിക്കരുത്. ഈ പാഠഭാഗം അങ്ങനെ ആയതുകൊണ്ടാണ് ഇത്രയ്ക്കും ആക്ടിവിറ്റികൾ ടീച്ചർ തന്നത്. അപ്പോൾ സമയമെടുത്തുകൊണ്ട് ഈ ഹോംവർക്കുകളെല്ലാം ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.